ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കേൾക്കാറുണ്ടല്ലേ, പെൺപിള്ളേരായ വീട്ടിൽ പണിയെടുത്ത് പഠിക്കണം എന്നൊക്കെ. പണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പണിയൊന്നും പഠിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മീൻ വെട്ടൽ, ചിക്കൻ മുറിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ അങ്ങോട്ട് തോന്നിപ്പോയി അന്നേ അതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഇത്ര അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. മീനൊന്ന് വെട്ടി ചട്ടിയിലാക്കാൻ പെടുന്ന ഒരു പാട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പെൺപിള്ളേർ മാത്രം ഇത് പഠിച്ചാൽ മതിയോ എന്ന്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞെന്നാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഭേദം ഞാനാട്ടോ. ഒരു തേങ്ങാ ചമ്മന്തി അരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാൻജിയോയുടെ ചാനലിൽ കയറി തപ്പി പരതി മണിക്കൂറുകളെടുത്താണ് പാവം കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഒരുപടി മുന്നിലാണ് ഞാനെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആൺപിള്ളേരാണേലും പെൺപിള്ളേരാണേലും ചെറുപ്പത്തിൽ തൊട്ട് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെയാണ് അത്യാവശ്യം കുക്ക് ചെയ്യാനും പഠിക്കുക. അത് ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അവരെ കഴിപ്പിക്കാനോ അല്ലെങ്കിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അങ്ങനെയൊന്നും അല്ല. നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞെന്നാൽ കുറച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ വലിയ പാടാട്ടോ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു എന്താ പറയുക, ചോറ് പോലും വെക്കാൻ വലിയ മടുപ്പിലായിരുന്നു. പക്ഷേ പിന്നീട് പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെയാണ് ആദ്യമായിട്ട് ഒരു കൊതിയൊക്കെ തോന്നിയത്. എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ എടുക്കുന്ന രീതിയിലുള്ള കറികൾ അങ്ങനെയൊക്കെ കഴിക്കണം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് പാവയ്ക്ക തീയൽ കഴിക്കാൻ ഭയങ്കര കൊതി വന്നു. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 2012 ആ ഒരു സമയത്താട്ടോ. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ കയറി നോക്കി അങ്ങനെ ചെയ്യാമെന്നുള്ള ബുദ്ധിയും ബോധമൊന്നും അന്ന് പോയില്ല. എന്നിട്ട് ഞാൻ പിന്നെ മമ്മിയെ വിളിച്ച് ചോദിക്കുന്നു, കരയുന്നു, കഷ്ടപ്പെട്ട്. ഞാൻ അബുദാബിയിലായിരുന്നു കേട്ടോ ആ സമയത്ത്. ഹസ്ബൻഡ് ഞാൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് കാര്യം ആദ്യമേ പറഞ്ഞില്ല. ഹസ്ബൻഡിൻ്റെ പരീക്ഷണത്തിനേക്കാളും നല്ലത് എൻ്റെ പരീക്ഷണം തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നും അറിയത്തില്ലായിരുന്നു, കുക്ക് ചെയ്യാനായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ഭയങ്കര സങ്കടത്തിൽ നിന്ന് ഞാൻ പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പഠിച്ചത് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മൾ അബുദാബിയിലൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് അവിടെ മീനൊക്കെ ലുലുന്നൊക്കെ നമുക്ക് കട്ട് ചെയ്താണല്ലോ കിട്ടുന്നത്. അപ്പം അത് മുറിക്കുന്ന പാടൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ മീൻ കറിയൊക്കെ വയ്ക്കാനൊക്കെ പിന്നീട് നല്ലപോലെ പഠിച്ചു. ഞങ്ങൾ രണ്ടുപേരും പഠിച്ചു വരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ UK വന്നതിന് ശേഷം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ ഇങ്ങനെ കിട്ടത്തേ ഉള്ളൂ. മീൻ അവർ കട്ട് ചെയ്ത് തരും, പക്ഷെ അവർ മിക്കപ്പോഴും ഇങ്ങനെ ഫില്ലേകളാക്കിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് നമുക്ക് കിട്ടത്തുള്ളൂ. തലയൊക്കെയാണ് നല്ലതായിട്ട് മുറിച്ച് കളയും. പിന്നെ മുള്ളില്ലാണ്ട് അങ്ങനെ ഫില്ല് ചെയ്ത് തരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അതല്ലെങ്കിൽ അവർ മുറിച്ചൊക്കെ തരുമ്പോൾ എന്ന് വെച്ചാൽ ചെതുമ്പലൊന്നും പോകത്തില്ല. വെറുതെ അത് മുറിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമുക്കതിൻ്റെ തൊലി പൊളിച്ച് കളയാനും പറ്റത്തില്ല. ഒന്നും പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ. അപ്പോൾ ഇപ്പം വേറെ നിവൃത്തിയില്ല, മീൻ വാങ്ങിക്കുക, തന്നെ വെട്ടുക. അപ്പോൾ അങ്ങനെ ഒരു മീൻ വാങ്ങിച്ച ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് സീബാസും പിന്നെ ഒരു ട്രൗട്ടാണ് അതൊന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് സാമൺ ആണെന്ന് തോന്നുന്നില്ല. കട്ട് ചെയ്തപ്പോൾ നല്ല ഓറഞ്ച് കളറിലൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം സീബാസാണ്. നമ്മുടെ നാട്ടിലെ കാളാഞ്ചിയൊക്കെ പോലെ, കാളാഞ്ചി തന്നെയാണോ എന്ന് എനിക്കറിയില്ല, അതുപോലെ ആണെന്ന് തോന്നുന്നു. അതുപോലെ ഇരിക്കുന്നൊരു മീനാണ് കേട്ടോ. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല കട്ടിയിൽ ചെതുമ്പലും സംഭവങ്ങളും ഒക്കെ ഉള്ളൊരു മീനാണ്. ശരിക്കും നല്ല പാടാണ്. ഒന്നാമത് നമുക്ക് വെളിയിലിറങ്ങി നിൽക്കുമ്പം അത്യാവശ്യം നല്ല തണുപ്പ് വെളിയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജാക്കറ്റ് ഒന്നും ഇട്ടുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കെല്ലാം തെറിച്ച് ഭയങ്കര മണവും കാര്യങ്ങളൊക്കെ ആകും. അപ്പം അങ്ങനെ നിവർത്തിയില്ല. ശരിക്കും അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്താണ് കേട്ടോ നമ്മൾ കുറച്ച് മീൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനതൊക്കെ വെട്ടിയിട്ട് നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഞാൻ വിനെഗറും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരുന്നു മീൻ കഴിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നല്ലപോലെ നമ്മുടെ മറ്റേ സ്ക്രബ് എന്തെങ്കിലും വെച്ചിട്ട് മീനെ നല്ലപോലെ, അതിൻ്റെ ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്നും നല്ലപോലെ ഉരച്ചും കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്നേരം കുറച്ചും കൂടി നമുക്ക് മീനൊന്ന് വൈറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. എപ്പോഴും അല്ല കേട്ടോ, ചിലപ്പോൾ ഒക്കെ വലിയ ഇതൊന്നും ഇല്ലാതെ ഫ്രീസ് ചെയ്തിട്ടൊക്കെ ഫ്രഷ് മീനാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അതുകൊണ്ട് തന്നെ അത് നോർമലായിട്ടൊന്ന് നമുക്ക് വെട്ടി കഴുകി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഒരു മീൻ ഞാൻ ഒരു തരത്തിൽ വെട്ടി മാറ്റി വെച്ചു. വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത മീനും കൂടി വെട്ടിയിട്ടേ ഉള്ളൂ ഞാൻ അതിൽ പണിയാനായിട്ട് പോകത്തുള്ളൂ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 3 കിലോ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കാരണം ഞാനിത്
വോയിസ് ഓവർ കൊടുക്കുന്ന കുറേ നാളുകൾക്ക് ശേഷം. അതുകൊണ്ട് അന്ന് വാങ്ങിച്ച എത്ര കിലോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മീനിനെ സാധാരണ നമുക്ക് നമ്മുടെ ചൂരയും നെമ്മീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെട്ടാനായിട്ട് അത്യാവശ്യം എളുപ്പമാണ്. ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു മീനാണ്. വെട്ടിയെടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ എനിക്ക് വശം കുറവാണ് വെട്ടാനായിട്ട്. ഞാനതിനെ കയ്യിലിട്ട് ഒരുമാതിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് മറിച്ച് ഒരു വഴിക്കാക്കിയിട്ടാണ് വെട്ടുന്നത്. നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ എന്തൊരു എളുപ്പമാണ് മീനൊക്കെ വെട്ടാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫിഷ് കട്ടിങ് സ്കിൽസ് എന്നൊക്കെയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് അത് കാണുമ്പോൾ വിചാരിക്കും ഇപ്പം എല്ലാം നല്ലപോലെ 1 മിനിറ്റ് കൊണ്ട് വെട്ടും എന്ന് വിചാരിച്ച് ഞാനിവിടെ അംഗം തുടങ്ങിയതാണ്. കത്തിയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അത് അങ്ങനെ അത്രയും സ്കിൽഫുള്ളായിട്ട് വെട്ടുന്നവരുടെ വീഡിയോ കാണാം എന്നുള്ളതല്ലാതെ നമ്മളത് അതേപടി കോപ്പി ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഈ ഒരു മീനിൻ്റെ ഫാറ്റാണ്. ഫാറ്റ് കാരണം ഈ ഒരു സാധനം കയ്യിൽ നിന്ന് തെന്നി പോവുകയാണ്. നമ്മൾ കൈ മുറിയും സൂക്ഷിച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ അതർവൈസ് അതിൻ്റെ മീറ്റും ബോണും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു കേട്ടോ കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ സ്കിന്ന് കളയാൻ. ഇതിൻ്റെ സ്കിന്നിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളതാണ്. സ്കിൻ അങ്ങനെ നോർമലി കളയരുതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ മീനിൻ്റെ ടേസ്റ്റ് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല. പിന്നെ എന്താണ് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നും കൂടി ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മൾ ഈ നാട്ടിലെ വളർത്തുമീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ചേറ് ചൊവ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരാറുണ്ടല്ലോ. നമ്മളെ തിലാപ്പിയ പിന്നെ എന്താ വരാലൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ടേസ്റ്റ് വരാറുണ്ടല്ലോ. അതുപോലത്തെ ഇതുപോലെ എനിക്ക് തോന്നുന്നു. ഇവരിത് കടലിൽ നിന്ന് പിടിക്കുന്ന മീനാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിതിനൊരു വളർത്തുമീനിൻ്റെ ടേസ്റ്റാണ് കേട്ടോ തോന്നാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്കിന്നും കൂടി കളയും. കാരണം ഭയങ്കര ഓയിലാണ്. നമ്മൾ എണ്ണയിൽ കൈ മുക്കിയിട്ട് പിടിക്കുന്നത് പോലെയാണ് ആ ഒരു മീനിൻ്റെ സ്കിന്നെ പിടിക്കുമ്പോഴത്തെ അവസ്ഥ. ഒരു തരത്തിൽ പട്ടി കടിച്ച് പറിക്കുന്നത് പോലെ ഞാനതിനെ പറിച്ചെടുത്തു. എൻ്റെ ഗുണം കൊണ്ടല്ല, മീൻ അത്രയും ഫ്രഷ് ആയതുകൊണ്ട് മീനെ അധികം ഒന്നും നഷ്ടപ്പെടാതെ പോകുന്നു. അതിൻ്റെ തൊലിയെ കുറച്ച് പറഞ്ഞിങ്ങ് പോകുന്നത് നമുക്ക് ചെത്തിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗവും നമുക്ക് കളയാനില്ല. ഇത് എനിക്ക് തോന്നുന്ന ആളുകൾ ഇതിൻ്റെ സ്കിന്ന് വരെയും ബേക്ക് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ സ്കിന്നെടുക്കുന്നില്ല. പക്ഷേ അതർവൈസ് നമുക്ക് ഇതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കളയാനായിട്ടില്ല. വെട്ടിയെടുക്കാനുള്ള ഇതുള്ളൂ. നല്ല മീൻ വെട്ടാൻ നല്ല പരിചയം എന്നല്ല, അത്യാവശ്യം ഒരു പരിചയമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വെട്ടിയെടുക്കാനും പറ്റും കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് പക്ഷേ തോന്നുന്നു അതിൻ്റെ ഒരു എണ്ണമയമാണ്. കയ്യിൽ നിറച്ച് ഓയിലാണ്, ഭയങ്കര വിഗ്ലിയാണ്. നമ്മളിത് പിടിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് തെന്നി പോവുകയാണ്. അയ്യോ എന്തൊരു സ്ട്രഗിളാണെന്ന് നോക്കാം എൻ്റെ ദൈവമേ. ഞാനിത് എന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ മീനൊന്ന് കട്ട് ചെയ്തെടുത്തത്. നമ്മൾ കൈയൊക്കെ മീനും ഐസിൻ്റെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ലേ. അപ്പോൾ ഒന്നാമതേ വെളിയിൽ തണുപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ മീനിൻ്റെ ഐസും കൂടി ആകുമ്പോഴത്തേക്കും വിരലൊക്കെ നമുക്ക് അത്യാവശ്യം മരച്ച് പോകുന്ന പോലത്തെ ഒരു തോന്നലും കൂടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും വെട്ടിയെടുക്കാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ നമ്മൾ ഒരു വശം ഒരു തരത്തിൽ അതിൻ്റെ തൊലി പൊളിച്ചെടുത്തു. നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ കല്ലിക്കുട്ടനാണ് കേട്ടോ. അപ്പം കല്ലിക്കുട്ടനോട് ക്യാമറ ഒന്ന് പിടിച്ചു 2 മിനിറ്റും കൊണ്ട് ഇപ്പം അമ്മ മീൻ വെട്ടി ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ പാവം കൊച്ചും കൂടി പെട്ടുപോയി. ഞാൻ വെട്ടിയിട്ടും തീരണ്ടേ. പിന്നെ എന്ത് ചെയ്യാൻ, വേറെ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് വെട്ടുകയാണ്. അപ്പോൾ ഇത് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെട്ടിയതിന് ശേഷം ഫില്ലയാക്കി എടുക്കുക, കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു മീൻ നമ്മൾക്ക് കുറേ തവണയായിട്ട് ഉപയോഗിക്കാനുണ്ടാകും. പെട്ടെന്ന് നമുക്ക് മടുക്കും. കറി വെച്ചാലും ഒരു ദിവസത്തിലൊന്നും കൂടുതൽ അങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല. പിന്നെ വറുക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് വറുക്കും. നമുക്ക് വറുക്കുന്നതും കറി വയ്ക്കുന്നതൊക്കെ ഒരുപോലെ എനിക്ക് തോന്നാറില്ല. ചില മീനൊക്കെ നമുക്ക് വറുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണെന്നൊക്കെ പറയാൻ പറ്റില്ല. ഇതിന് അങ്ങനെയൊന്നും തോന്നത്തില്ല. എല്ലാത്തിനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പം എങ്ങനെ വന്നാലും നമുക്കത് വലിയ ചിലവാകത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് പല കഷ്ണങ്ങളായിട്ട് ഇതിപ്പോൾ ഞാൻ ചിലപ്പോൾ 4-5 പൊതിയായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുമായിരിക്കും ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ നമുക്ക് കഴുകി വാരി എല്ലാം വെക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തെടുത്ത് വെള്ളത്തിൽ ജസ്റ്റ് ഇട്ടിട്ട് ഐസ് മാറി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കറി വയ്ക്കുകയോ വറുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കൂടുതലും ഇതിൻ്റെ റെസിപ്പീസ് നമ്മൾ കാണാറുണ്ട് ഉപ്പും പെപ്പറും ബട്ടറും മാത്രം ഇട്ടിട്ട് വറുക്കുന്നതാണ് നല്ലത്, നമ്മുടെ മസാലയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല എന്നൊക്കെ കേൾക്കാറുണ്ട്. ഞാനിതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിള്ളേർക്ക് കഴിക്കാൻ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ്. വലിയ ആളുകൾക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരും
ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് പോലെ അതായത് ഇപ്പോൾ സാമൺ ട്രൗട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പേരുള്ള മീനാണ്. സാമൺ ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തലയ്ക്കൊരു വ്യത്യാസവും കളറിനൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ട്രൗട്ടാണോ എന്ന് എനിക്കൊരു സംശയമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അതിനെ വെട്ടി ഒരു വഴിക്കാക്കി എടുത്തിട്ടുണ്ട്. തൊലി പൊളിച്ചെടുത്ത്, വെട്ടിയതല്ല കേട്ടോ, തൊലി പൊളിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല കളറാട്ടോ, നല്ല ഓറഞ്ച് കളറാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് ഹൽവയൊക്കെ പോലെ ഇരിക്കും കേട്ടോ. അതുപോലെ മുറിക്കുന്ന സമയത്തും അതായത് ഇതിലേക്ക് കത്തി വയ്ക്കുമ്പോഴേ അങ്ങോട്ട് മുറിഞ്ഞു പോരും. അതിൻ്റെ ബോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർട്ടിലേജ് പോലത്തെ ഒരു ബോണാണ്. നമ്മൾ കത്തിക്കൊണ്ട് തൊടുമ്പോഴേ മുറിഞ്ഞിങ്ങ് പോരും. നമുക്ക് ആ ബോണെല്ലാം അതിൽ നിന്നിങ്ങനെ ഈ നീഡിലൊക്കെ പോലെ ഇരിക്കുക. നമുക്കിങ്ങനെ ഊരി എടുക്കാം കേട്ടോ. ഒരു തരി പോലും ബോണില്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റും. അപ്പം എൻ്റെ അടുത്ത ഉദ്ദേശം അതിനെ ബോണില്ലാതെ ഒന്ന് ഫില്ലയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ മുഴുവൻ കോപ്പിയടി കേട്ടോ. നമ്മൾ ഫിഷ് കട്ടിങ് സ്കിൽസ് ചേട്ടന്മാരൊക്കെ വെട്ടുന്ന കണ്ടിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അത്രയൊന്നും അവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഭയങ്കര എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോരത്തൊന്നുമില്ല. നമുക്ക് കുറച്ച് ബലം പിടിച്ചിട്ടൊക്കെയാണ് പോരുന്നത്. നമ്മുടെ കത്തിയുടെ പ്രശ്നം ഉണ്ടെന്നാലും എനിക്കൊന്ന് കുറച്ച് കട്ടിയുള്ള കത്തിയാണ്. അവരൊക്കെ കുറച്ചും കൂടി വേറൊരു ടൈപ്പ് കത്തിയല്ലേ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കത്തിക്ക് വലിയ മൂർച്ചയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എപ്പോഴും മൂർച്ച കൂട്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും പിന്നെ ഇങ്ങനെ അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഇങ്ങനെ ചെതറിയൊക്കെ ആട്ടോ എനിക്ക് മുറിഞ്ഞ് കിട്ടിയത്. കറക്റ്റ് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ച പോലെയൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അപ്പോൾ അതിന് നമ്മൾ ഫില്ലറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലയും മുള്ളിൻ്റെ കുറേ ഭാഗങ്ങളും വാലും അങ്ങനെയുള്ള കുറേ പീസുകളെല്ലാം കൂടി കൂട്ടിയെടുത്ത് ഒരു കറി ആദ്യത്തെ ദിവസം ഉണ്ടാക്കും കേട്ടോ. തലക്കറിയൊക്കെ പോലെ മറ്റുള്ള മീനിൻ്റെ തല കറി വയ്ക്കുന്നതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ടേസ്റ്റൊന്നും അല്ല കേട്ടോ. എന്നാലും ഒരു ഫുൾ മീൻ വാങ്ങിക്കുന്നതല്ല, അതിൻ്റെ കുറേ കഷ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമല്ലോ, വയറിൻ്റെ ഭാഗവും അല്ലാത്തതൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെയൊക്കെ ഞാൻ മുറിക്കുന്നതൊക്കെ അറഞ്ചം മുറിച്ചിട്ട് ഒരു വഴിക്കാക്കി മടുത്തു കേട്ടോ. ഞാൻ ഈ സമയമായപ്പോഴത്തേക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് എനിക്ക് അകത്ത് കയറിപ്പോയി ഒന്ന് വാമറിട്ട് അകത്തൊന്ന് ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ മുറിച്ചെടുത്ത പീസ് അതിൻ്റെ വയറിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസും അതിൻ്റെ തലയും വാലും അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യത്തെ കറി വയ്ക്കും. അപ്പോൾ ഇതിപ്പം മുറിച്ച് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കഴുകി കഴിയുന്ന സമയത്തേക്ക് ഈ കനം കുറഞ്ഞ കഷ്ണങ്ങൾ കണ്ടാൽ അറിയാമല്ലോ വയറിൻ്റെ പീസുകൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ദിവസം ഞാൻ ഈ മീനിൻ്റെ പുറകെ നിന്ന് മുഴുവനായിട്ട് തീർന്നു. എന്ന് വെച്ചാൽ മീൻ വെട്ടിയത് മാത്രമല്ല, പിന്നെ അത് കറി വെച്ചു, പല പരിപാടികൾ ചെയ്തു. പക്ഷെ എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ സീ ബാസ് കറി വെച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് കേട്ടോ.